ഗ്ലൂട്ടത്തൈൻ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ നമുക്കത് ടാബ്ലറ്റ് ഫോമിലും കഴിക്കാം, പ്ലസ് IV ഇഞ്ചെക്ഷൻ ആയിട്ടും ഇടാം. ബിക്കോസ് ഇറ്റ് ഇസ് എൻ ആന്റി ഓക്സിഡന്റ്, നമുക്കൊരു ഗ്ലോ കിട്ടും ബിക്കോസ് ഓഫ് ദി ആന്റി ഓക്സിഡന്റ് ഇഫക്റ്റ്. ബട്ട് ഇറ്റ്സ് നോട്ട് ലോങ് ലാസ്റ്റിംഗ്. നമ്മൾ എത്ര നാൾ അത് കഴിക്കും അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യും, അത്ര നാളത്തേക്ക് ആ ഇഫക്റ്റ് കാണും. വൺസ് യു സ്റ്റോപ്പ് ദി യൂസേജ്, ദ ഗ്ലോ ഓൾസോ കംസ് ഡൗൺ. സോ ഇറ്റ് ഇസ് സംതിങ് നമ്മൾ ഒരു റെഗുലർ ബേസിസിൽ കഴിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തായാലും കഴിക്കുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാവും. പിന്നെ IV ഇഞ്ചെക്ഷൻസ് കുറേ ക്ലിനിക്സിൽ ചെയ്യാറുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട്. While we do the IV injection, we will be monitoring the patient, and like as mentioned, ആദ്യം യൂഷ്വലി ഒരു 1 monthൽ വീക്ക്ലി വൺസ് ഓർ എവറി 2 weeks ചെയ്തിട്ട് നമ്മൾ ഓറൽ ഗ്ലൂട്ടാത്തോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ബട്ട് ദ റിസൾട്ട്സ് വിൽ ലാസ്റ്റ് ആസ് ലോങ് ആസ് യു ടേക്ക് ദ ട്രീറ്റ്മെന്റ്. ഒപ്പം തന്നെ അതിന്റെ ഒരു സൈഡ് എഫക്റ്റിനെ കുറിച്ച് കൂടി പറയണം തോന്നുന്നു അല്ലേ? കിഡ്നിയൊക്കെ ട്രബിളിലേക്ക് വരുത്തിക്കുന്നു പറയുന്നുണ്ട്. എത്രത്തോളം ഉണ്ടത്? IV glutathione has been known to probably affect the kidneys. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ അത്ര ഡോസ് വരെ കൊടുക്കാറുമില്ല പേഷ്യൻസിന്. കൊടുക്കുന്ന ടൈമിൽ മോണിറ്റർ ചെയ്യും. ഇതുവരെ അങ്ങനെ വലിയ സൈഡ് എഫക്ട്സ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല.